ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, സൺഡേ ആണ്. ആർക്കും എവിടേക്കും പോകണ്ട, കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട. അതുകൊണ്ടായിരിക്കും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബട്ട് എനിവേ, വിത്തൗട്ട് മച്ച് ഡിലേ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്? ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് റീറ്റെയിലിങ്ങിനെ പറ്റിയാണ്. ബിക്കോസ് നമ്മൾ ഭയങ്കര ഇന്റർ കണക്റ്റഡ് അല്ലേ? റീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആണ്. ബിക്കോസ് നമ്മുടെ ബിസിനസ് ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റീറ്റെയിലിംഗ് തന്നെയാണ്. നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വെൽനസ് കോച്ചായിട്ടോ അല്ലെങ്കിൽ ഒരു വെൽനസ് അഡ്വൈസർ ആയിട്ടോ ഒക്കെയാണ്. അപ്പൊ തന്നെ ഇൻഡസ് വിവയിൽ നമുക്കറിയാം, നമുക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്. സോ ഒന്ന് ആലോചിക്കുക, ടെക്നിക്കലി നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊരു ഫിസിക്കൽ സ്റ്റോറൊക്കെ വച്ച് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോറേജും അല്ലെങ്കിൽ ഒരു സ്പേസ് കാര്യങ്ങൾ ഒക്കെ വച്ചാണ് നമ്മൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു നമുക്ക് ഇത് ഉണ്ടാക്കി തരിക എന്നുള്ളതൊന്നും ആലോചിക്കണം. ഒരു സെക്കൻഡേ. സോറിയാ. അപ്പോ നമ്മൾ ഈ ഒരു നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു ഫിസിക്കൽ സ്റ്റോറൊക്കെ വച്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ വെരി ഡിഫിക്കൾട്ട്. നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെരി ഡിഫിക്കൾട്ട് ആയേനെ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സെല്ലിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്ട്സ് കൊണ്ടുപോയി, ലൈക്ക് ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഒരു 3,100 ഒരൊറ്റ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ വെച്ച് നമുക്ക് ഇത് കൊണ്ടുപോയി ആക്ച്വലി അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത് ഒരു പുതിയ മാർക്കറ്റ് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് ഓഫർ ചെയ്യാം, വാല്യൂ ഓഫർ ചെയ്യാൻ പറ്റും, ട്രസ്റ്റ് ഓഫർ ചെയ്യാൻ പറ്റും, ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫർ ചെയ്യാൻ പറ്റും. ഒരു ഗ്യാപ്പ് ഇല്ല, നമുക്ക് ഒരു കസ്റ്റമറിൻ്റെയും നമ്മളുടെയും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് ആക്ച്വലി കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ബിസിനസ്സിലല്ലാണ്ട് നമ്മൾ ഈ ലോകത്ത് ഇനി എന്ത് ബിസിനസ് തുടങ്ങിയാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നില്ല. ഒരു മിനിമൽ കൂടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്ത് നമുക്ക് റിവാർഡ് എടുക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഡസ്ട്രി ആ ഒരു ബാരിയർ, നമുക്കൊരു കസ്റ്റമറും നമ്മൾക്കും ഉള്ള ഒരു ഗ്യാപ്പ് മൊത്തം കോഡ് തന്നെ ക്രാക്ക് ചെയ്ത് വെച്ചേക്കുക എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ഒരു സ്റ്റോർ ലിങ്ക് മാത്രം കൊടുത്താൽ മതി. ഫോണിൽ കൂടെ സംസാരിച്ചു, ഒരു വീഡിയോ അയച്ചു കൊടുത്തു, ഒരു സ്റ്റോർ ലിങ്ക് അയച്ചു കൊടുത്തു, ഇറ്റ്സ് ഓൾ ഓവർ. സോ നമ്മൾ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ നമ്മുടെ കയ്യിലുണ്ട്. സൂപ്പർ ഹീറോ ആയിട്ടുള്ള ബെസ്റ്റ് പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ഹാർമോൺ വെൽനെസ്സിനുണ്ട്, സ്ട്രെസ്സിനുണ്ട്, സ്കിൻ ഹെൽത്തിനുണ്ട്, പിന്നെ ഒബസിറ്റിക്ക് ഉണ്ട്, ഡയബറ്റിക്കിൻ്റെ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് എല്ലാത്തിനും, എല്ലാ ഹെൽത്ത് പ്രോബ്ലംസിനും നമുക്ക് പ്രോഡക്ട്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. എല്ലാ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലത്തിനും നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ഇതൊക്കെ കൊടുക്കാനുള്ള മെറ്റീരിയൽ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയൽസും നമുക്കുണ്ട്. ടെസ്റ്റിമോണീസ് ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ട്. അല്ലെങ്കിൽ ലീഡേഴ്സിനോട് ചോദിച്ചാൽ എല്ലാവരും ടൺ കണക്കിന് ടെസ്റ്റിമോണീസ് നിങ്ങൾക്ക് തരും. ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറീസ് ഉണ്ട്. നമുക്കൊരു കമ്മ്യൂണിറ്റിയിൽ വന്ന് അവർക്ക് ഒരു റിയൽ പ്രസൻസ് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ VOP, നമ്മുടെ BOM അങ്ങനത്തെ ഒരു സെഷൻസിൽ വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് ടെസ്റ്റിമോണീസ് അവിടെ കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അന്ന് എല്ലാവരും വിചാരിക്കും ഇതൊരു രോഗത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. നിങ്ങൾ ബിലീവ് ചെയ്യണം,
ഇതൊരു പ്രിവെൻഷന് വേണ്ടി കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ്. ആക്ച്വലി നമ്മൾ ഡിസീസ് ഉള്ള ആൾക്കാരെ തപ്പി നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് റീറ്റെയിൽ ഭയങ്കര കുറച്ചാവുന്നത്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള മനുഷ്യർക്ക് ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തു നോക്കിയാൽ ഈ ഒരു പ്രോഡക്റ്റ് ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ റെഗുലർ ലൈഫിൽ റെഗുലർ ആയിട്ട് കഴിക്കേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇവിടെയാണ് നമുക്കൊരു കണക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് നമ്മളൊരു ട്രസ്റ്റ് അവരായിട്ട് ബിൽഡ് ചെയ്ത് നമ്മൾ ഒരു ട്രസ്റ്റ് കസ്റ്റമറും പ്രോഡക്റ്റും തമ്മിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനാണ് നമ്മുടെ ഒരു ആവശ്യം ഈ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാനായിട്ട് വരുന്നത്. അല്ലാത്തൊരു ആവശ്യം ഇവിടെ വരുന്നില്ല. ബിക്കോസ് കമ്പനിക്ക് ഡയറക്റ്റ്ലി സ്റ്റോർ ലിങ്ക് വെച്ച് സെല് ചെയ്യാവുന്നതോ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഒരു ട്രസ്റ്റ് എങ്ങനെയാ ഉണ്ടാവുക? അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇരിക്കണം? ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടും ഭയങ്കര പാഷനേറ്റ് ആയിട്ടും ഈ ഒരു പ്രോഡക്റ്റ് യെസ് ദിസ് ഇസ് ഇറ്റ് ഫോർ മീ എന്നുള്ള ഒരു തിങ് ഉണ്ടാവണം. അവിടെ ഒരു 500 രൂപ അല്ല നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല കസ്റ്റമർ, നല്ലൊരു പ്രൊമോട്ടർ ആവാൻ നമ്മളൊരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇരിക്കണം. അപ്പോൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോവുക, വെല്ലായിട്ട് ഇരിക്കുക, പ്രസൻറ്റബിൾ ആയിട്ട് ഇരിക്കുക. അതിൻ്റെ ഒരു ബേസിക് നോളേജ് നമുക്ക് വേണം. ഐപൾസ് നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? ഓക്കെ, ഒരു PCOD പേഷ്യൻറ്റിന്, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് എന്നല്ല, ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പീരിയഡ്സ് കാര്യങ്ങൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്, വെരിക്കോസ് വെയിൻ, ഒരു 26 തരത്തിലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് വേണ്ടിയിട്ട് ഐപൾസ് റിസൾട്ട്ഫുൾ ആണ്. നിങ്ങൾ ബോട്ട് ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു വണ്ടർഫുൾ ടെസ്റ്റിമോണി ഐപൾസിന് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നു വെള്ളം കണ്ടും ബോട്ട് കണ്ടും ഒരു യാത്ര കൊണ്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അവർ പറയുക, ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു 10 ഇയേഴ്സിൽ ബസ് കയറിയത് ആദ്യമായിട്ടാണ്. ബിക്കോസ് ഒരു കാലം എടുത്തു വെച്ച് ഇനിയൊരു കാലം എടുത്തു വെച്ചാണ് ഓട്ടോയിൽ കയറേണ്ടത്. അപ്പോൾ ഓട്ടോയിൽ പോയി കഴിഞ്ഞാൽ പലതും ഭയങ്കര എക്സ്പെൻസീവ് ആവണോണ്ട് തന്നെ ഞാൻ പല യാത്രകളും ഒഴിവാക്കാറാണ് പതിവ് എന്ന് പറഞ്ഞു. അപ്പൊ അത്രയ്ക്ക് മസിൽ ക്രാംസും കാര്യങ്ങളും അത്രയ്ക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വരെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ് ഒരു പേർച്ചേസ് കൊണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ ഈ പ്രൊഡക്ട്സ് കൊടുക്കുക. റിയലി നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തിലും ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങളായിട്ട്, അറിഞ്ഞും അറിയാത്തയും ഒരുപാട് പ്രശ്നങ്ങളായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. ഈ റിയാലിറ്റി ആദ്യം മനസ്സിലാക്കാം. ഹെൽത്ത് ഇസ് ദ ഫസ്റ്റ് തിങ്. വെൽത്ത് ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഹെൽത്തിൻ്റെ. ഹെൽത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റിയാലിറ്റി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഷുഗറിൻ്റെ ക്രേവിങ്സ് ഉള്ളവർക്ക്, കാര്യങ്ങളുള്ളവർക്ക് 21 ഡേയ്സിൽ വിസിബിൾ റിസൾട്ട്സ് ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ടെസ്റ്റിമോണി എടുക്കാൻ വേണ്ടിയിട്ട് ഷുവറായിട്ടും വരും. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എനിക്ക് ഈ ഒരു ടെസ്റ്റിമോണി തരാൻ നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞ് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാം. സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഒരു വെൽനസ് ബിസിനസ്സിന് ഇത് നിങ്ങളുടെ ഒരു ഓൺ സർക്കിൾ തന്നെ പവർഫുൾ ആക്കാൻ ഈ ഒരു ടൂള് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മറന്നു പോവാണ്ട് അവർ ഷുവറായിട്ടും ഫോളോ അപ്പ് ചെയ്ത് അവരുടെ ഒരു വോയിസ് നോട്ടോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഷുവറായിട്ടും അവിടെ പോയിട്ട് ഒരു റെക്കോർഡിങ്സും കാര്യങ്ങളും ചെയ്യാം. ബിക്കോസ് ദാറ്റ് വിൽ ബി സോ മച്ച് ഹെൽപ്ഫുൾ, ബെനിഫിറ്റഡ്. നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും പേഴ്സണലി നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു എറയിൽ നിൽക്കുകയാണ്. എങ്ങനത്തെ എറയിൽ നിൽക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേഴ്സണലൈസ്ഡ് കെയറും നമുക്ക് വേണം, എന്നാൽ നമുക്ക് ഡിജിറ്റലിയും വേണം, എന്നാൽ നമുക്ക് എല്ലാം റിലേഷൻഷിപ്സും വേണം, നമുക്ക് എല്ലാം വേണം. അപ്പോൾ ഇത് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആ സ്റ്റോർ ലിങ്ക് വേണ്ടവർക്ക് പേഴ്സണലി കോൾ ചെയ്ത് ഒരു പേഴ്സണൽ പ്രസൻസിൽ സ്റ്റോർ ലിങ്ക് അയച്ചു കൊടുക്കും. അല്ല, എനിക്ക് ടൈമില്ല, നിങ്ങളെ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ ടൈമില്ല എന്ന് പറയുമ്പോൾ, സർ ഇതൊരു LDDP പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറിയിരിക്കാം, വീഡിയോ ഒന്നും ഓൺ ചെയ്യേണ്ട, നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വെച്ച് ഇത് കേട്ടാൽ മതി, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ കിട്ടും. അപ്പോൾ ഡിജിറ്റൽ പ്രസൻസും അവർക്ക് ഇത് ചെയ്യാൻ പറ്റും.
ഇപ്പൊ ഇങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പെർഫെക്റ്റ്ലി പൊസിഷൻ ചെയ്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് സെല് ചെയ്യാന്നുള്ളതാണ്. പറയുന്ന പോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്ട്സ് നമ്മുടെ ഒരു കാര്യങ്ങളും ഭയങ്കര റീറ്റെയിലിംഗ് കാര്യങ്ങൾ എന്തും ആവട്ടെ, ഇറ്റ്സ് വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. നിങ്ങളുടെ എഫേർട്ട് ഇതിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാനും ഒരു സോഷ്യൽ വെൽനെസ്സിന് വേണ്ടിയിട്ടും നമ്മുടെ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും അന്ന ഇത് ഇ കോമേഴ്സ് ആയിട്ട് ചെയ്തെടുക്കാനും നമുക്ക് പറ്റും. അങ്ങനെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഓറിയന്റഡ് തിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ ബിലീവ് ചെയ്ത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇസ് എവറിത്തിങ്. യു ഹാവ് ടു ബി വെരി സ്ട്രെയിറ്റ്. ഈ വേ പറ്റിയില്ലെങ്കിൽ ഇനിയൊരു വേ, ഇനിയൊരു വേ പറ്റിയില്ലെങ്കിൽ ഇനിയൊരു വേ. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. എന്താന്ന് വെച്ചാൽ റീറ്റെയിലിംഗ് ഒരു സ്കില്ല് തന്നെയാണ്. എനിക്കും അറിയാം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച ഒരു സ്കില്ലാണ്. അപ്പൊ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഇത്ര ഈസി ആയിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിലും ബട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്രൊഫഷനിൽ അറിഞ്ഞോ അറിയാണ്ടോ വന്ന സ്ഥിതിക്ക് ഗുഡ് സെയിൽസ്മാൻ നമ്മൾ ആവണമെങ്കിൽ ഗുഡ് സെയിൽസ്മാൻ ആയാൽ മാത്രമേ ഗുഡ് ബിസിനസ്മാൻ ആവാൻ പറ്റുള്ളൂ. എല്ലാ സെയിൽസ്മാൻസും ആണ് ബെസ്റ്റ് ബിസിനസ്മാൻ ആയേക്കുന്നത്. ചിത്രപൽ വി ഗാർഡിന്റെ ഓണർ, ആളുടെ പേര് എനിക്ക് അത്ര കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. സൈക്കിളിലാണ് ഇത്ര സ്റ്റെബിലൈസർ വിറ്റോണ്ടിരുന്നത്. ഓക്കെ, പണ്ട് ഓരോരോ വീട് പോയി സ്റ്റെബിലൈസർ വിറ്റോണ്ടിരുന്നതാ. ഇന്ന് ഒരു കേരളയിൽ ഒരു അറിയപ്പെടുന്ന ഒരു റിച്ചസ്റ്റ് പേഴ്സണും ഒരു വി ഗാർഡിന്റെ ഓണറും ആളും അങ്ങനെ തന്നെ ആയേക്കുന്നത്. സോ നമുക്കൊരു എക്സെപ്ഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ റീറ്റെയിൽ 100% ലേണബിൾ സ്കില്ലാണ്. റൈറ്റ് ആയിട്ടുള്ള നോളേജ്, റൈറ്റ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് 100% ലേണബിൾ ആണ്. നിങ്ങൾക്ക് ഒരു മെന്റാലിറ്റി ആണ് വേണ്ടത്, ഒരു ഗിവിങ് മെന്റാലിറ്റി. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സാധനം ഉണ്ട്, ഇത് ഞാൻ കൊടുക്കുകയാണ് ഒരാൾക്ക്, ഞാൻ വിൽക്കുകയല്ല. ഞാൻ ആ ആളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഞാൻ ഇത് കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ സെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫീലിംഗ്, എൻ്റെ ഫീലിംഗ്, എനിക്ക് ഐഗ്ലോ കഴിച്ച് റിസൾട്ട് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇത്ര കൺവെൻഷന്റെ കൂടെ പറയാൻ എനിക്ക് സാധിക്കുന്നത്. ഇനി എനിക്ക് ഒരുപാട് ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ ഒരു 90% ആൾക്കാരും പ്രൊഡക്റ്റിന്റെ ഒരു ടെസ്റ്റിമോണി മീൻസ് ഒരു നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നേക്കുന്നത്. സാബിത്ത് ഐ പൾസ് കഴിച്ചിട്ടാണ് വന്നേക്കുന്നത്, അഖിൽ വന്നേക്കുന്നത് അച്ഛന് ഐ കോഫി കഴിച്ച് റിസൾട്ട് കിട്ടിയിട്ടാണ്. അപ്പൊ എൻ്റെ ഒരു അറിവില് എല്ലാവരും അങ്ങനെ തന്നെ വന്നേക്കുന്ന ആൾക്കാരാണ്. അപ്പോ നിങ്ങളുടെ ഒരു ആവറേജ് ഇംപ്രൂവ് ചെയ്യാം. സെയിൽസിന്റെ ആവറേജ് ഇംപ്രൂവ് ചെയ്യുക പറഞ്ഞാൽ ടെസ്റ്റിമോണീസ് കൂടുതൽ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കൊടുത്ത് റിസൾട്ട് കിട്ടിയ ആൾക്കാരുടെ അടുത്തുനിന്ന് അവരോട് പറയാം, ഒന്ന് റെഫറൻസ് തരുമോ, കാര്യങ്ങൾ തരുമോ എന്ന് ചോദിച്ച് തന്നെയാണ് നമുക്ക് ഇതിൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആയിട്ടുള്ള പീപ്പിളും കുറേ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടാ വരാം. ചില അസുഖങ്ങളുടെ പേര് പോലും നമുക്കറിയില്ല. ചില വിഷയങ്ങൾ അവർ പറയണത് ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ പോലെ ഫീൽ ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. എനിക്ക് മലയാളം അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. മലയാളത്തിൽ എനിക്ക് മെസ്സേജസ് വരും. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഇതെടുത്ത് ട്രാൻസ്ലേറ്ററിലിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ബിക്കോസ് എനിക്ക് എപ്പോഴും അപ്ലൈനെ വിളിച്ച് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഒരു പ്രാവശ്യം ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്നതാണ് numbness in the feet, burning like fire in the leg. Oh my God, I was like, എന്താണ് ഞാൻ കേൾക്കുന്നത്? ബിക്കോസ് ഇറ്റ് സൗണ്ടഡ് ലൈക്ക് കംപ്ലീറ്റ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ. ബിക്കോസ് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ അപ്ലൈനെ വിളിച്ച് ഇതെന്താന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ഇതിങ്ങനെയാണ്, ഞരമ്പുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇറ്റ്സ് എ ബിഗ് പാരഗ്രാഫ്, ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതെന്ന്. ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി, ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്, ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റീസ് ബൈ. പക്ഷെ ഫസ്റ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യണം, ഒരു ക്വസ്റ്റനെയർ നമുക്ക് വേണം, അവരെ പറ്റി ഒരു ബേസിക് ഐഡിയ നമുക്ക് വേണം. പേരെന്താ, എവിടുന്നാ,
എത്ര കാലമായിട്ട് അസുഖമുണ്ട്, എന്തൊക്കെയാണ് ഒരു ക്വസ്റ്റനെയർ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റനെയർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമുക്കൊരു കണക്ഷൻ, ഒരു സ്മോൾ ടോക്ക് ബിൽഡ് ചെയ്യാൻ ഓബ്വിയസ്ലി പറ്റും. അപ്പൊ ആ ഒരു ഐ ബ്രേക്കർ, അതിന് പറയുന്നതാണ് ഐ ബ്രേക്കർ. ഐ ബ്രേക്കർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും നമുക്കും ഉള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഗ്യാപ്പ് കുറച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടൂൾസ് നമുക്ക് മെല്ലെ അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ബ്രൗച്ചർ കൊടുക്കാൻ പറ്റും. ആക്ച്വലി അവരുടെ നീഡ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ. പിന്നെ പല കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഞാൻ ഇത്ര മരുന്ന് കഴിച്ചു, ഇത്ര കാര്യങ്ങൾ ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പലതും പറയും. മേ ബി അവർ പറയുന്നത് ഒക്കെ മണ്ടത്തരായിരിക്കും. പക്ഷെ അവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്യാൻ പോകരുത്. ഓക്കെ സർ, ശരിയാണ് സർ, സർ പറയുന്നത് അബ്സല്യൂട്ട്ലി റൈറ്റ് ആന്ന് പറയാം. ഇതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും കിട്ടില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ മാത്രമാണ് ആള് നമ്മളെ ആർഗ്യൂ ചെയ്ത് റിജക്ട് ചെയ്യുന്നത്. തൊട്ടടുത്തൊരു റിസൾട്ട് കിട്ടിയ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നോന് യെസ് ആക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ എന്താന്ന് വെച്ചാൽ ഒരു ടെസ്റ്റിമോണി കിട്ടുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിമോണി എവിടുന്നെങ്കിലും നമുക്ക് പിക്ക് ചെയ്ത് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു VOPയിൽ റെക്കോർഡ് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഇത് റെക്കോർഡിങ് നമുക്ക് കിട്ടുമ്പോൾ ആ ആൾക്ക് അയച്ചു കൊടുത്തിട്ട് ചോദിക്കാം, സർ അന്ന് സർ പറഞ്ഞായിരുന്നു ഇയാളുടെയും അവസ്ഥ സെയിം ആണ്, സാറിന് ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ. ഈ ഒരു പേഷ്യൻസ് ആയിട്ട് നിന്നാൽ മാത്രമേ സെയിൽസ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ കസ്റ്റമർ നോ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളോട് അവരോട് ഒന്നും ആർഗ്യൂ ചെയ്യണ്ട. ബിക്കോസ് നമ്മൾ സെവറൽ ടൈംസ് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പേഷ്യൻസും ആ ഒരു കാര്യവും എത്തി നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ ഷുവറായിട്ടും പറ്റും. എന്താന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും നമുക്കറിയാം, പല തരത്തിലത്തെ ആൾക്കാരാണ് വരുന്നത്. മീൻസ് ഒരാൾ പ്രൈവറ്റ് എംപ്ലോയി ആണ്, ഒരാൾ ഹോം മേക്കർ ആണ്, ഒരാൾ സ്റ്റുഡൻ്റ് ആണ്. ഇങ്ങനത്തെ പല പ്രൊഫഷൻസ് ഉള്ള നമ്മള് ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട്, ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നേക്കാണ്. അപ്പോ ഇതൊരു സെല്ലിംഗ് അല്ല, ഇതൊരു സെർവിങ് മെന്റാലിറ്റിയാണ്. നമുക്ക് റിസൾട്ട് കിട്ടിയ കാര്യം നമ്മൾ നാല് പേരോട് പറഞ്ഞ് നമ്മൾ റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാണ്. ഇങ്ങനെ മാത്രമേ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യാണ്ട് നമുക്ക് ലൈഫിൽ ഗ്രോ ചെയ്യാൻ പറ്റില്ല. ഒരു 500 രൂപയ്ക്ക് വേണ്ടി പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് പോലും വിൽക്കാൻ പറ്റില്ല. ഓക്കെ, മണി ഈസ് എവറിത്തിങ്, മണി ഈസ് വൈ വി ആർ ഹിയർ. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് പാടില്ല. മണി അല്ല ഇവിടെ മാറ്റർ ചെയ്യുന്ന, ആളുടെ അസുഖം മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ മാർക്ക്, ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി നമുക്ക് റീറ്റെയിൽ ചെയ്യുമ്പോൾ ഷുവറായിട്ടും വേണം. അപ്പോൾ വാട്ട് മാറ്റേഴ്സ് ഇസ് ഒരു സെർവിങ് മൈൻഡ് സെറ്റിലും വെല്ലായിട്ട് സെർവ് ചെയ്യാനും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഇവൻച്വലി ഈ ഒരു കാര്യങ്ങൾ മൈൻഡിൽ വച്ച് തന്നെ റീറ്റെയിൽ ചെയ്യാം. കണക്ട് ചെയ്യുക പല ആൾക്കാർക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഗിവ് ആൻഡ് ടേക്ക് തിങ് ആണ്. നമ്മൾ അവർക്ക് ബെസ്റ്റ് സർവീസും ബെസ്റ്റ് പ്രോഡക്റ്റും ബെസ്റ്റ് തിങ്സും കൊടുക്കുമ്പോൾ റിട്ടേൺലി അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ടെസ്റ്റിമോണിയും ഒരു ബിസിനസ്സും ഒരു ഗ്രോത്തും ഒരു റിഫറൻസും കാര്യങ്ങളും ആണ്. ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും നല്ല ഗ്രോത്ത് ഉണ്ടാവും, നല്ലോണം റീറ്റെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഒരു മാസം ഞാൻ ഒരു 60 പ്രോഡക്റ്റ് ഒക്കെ വിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. ഞാൻ സ്റ്റോർ ലിങ്ക് വഴി വിൽക്കാറുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മാത്രമല്ല ചെയ്തേക്കുന്ന, ഇതേ ഇതില് അനിലും അത് ചെയ്തിട്ടുണ്ട്. അപർണയും 40 പ്രോഡക്ട്സ് ഒക്കെ സെല് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ല 1 മന്തിൽ അപർണ, റൈറ്റ്? സോ ഞങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഓൾ ലേണബിൾ. ഓക്കെ, ഈസിലി ലേണബിൾ ആണ്. ഒരു സ്റ്റുഡൻറ്, ഒരു ഹൗസ് വൈഫ്, ഒരു ഡ്രൈവർ ആയിട്ടുള്ള ആള്, എക്സ് പ്രൊഫഷൻസ് ഞങ്ങളുടെ എല്ലാവരുടെയും ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്കും സാധിക്കും. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു വാല്യൂ ആഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇസ് എവറിത്തിങ്. ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റിനെ നോക്കി ചെയ്യുകയാണെങ്കിൽ 500 രൂപ അല്ല, നമുക്കൊരു വീക്ക്ലി 2.5 lakhs നിന്നുള്ള ഗോളിലേക്ക് നമുക്ക് റീറ്റെയിൽ ത്രൂ സിമ്പിളായിട്ട് അറ്റൈൻ ചെയ്തെടുക്കാൻ പറ്റും. ബിക്കോസ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് റീറ്റെയിൽ ആണ്. എൻ്റെ ഫുൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നേക്കുന്നത്.
അതിന്റെ ഫുൾ LOS നിൽക്കുന്നത് കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചേഴ്സ് ആണ്. ഞാനും ഒരു സ്ട്രേഞ്ചറായിട്ട് ഈ ബിസിനസ് തുടങ്ങിയ ഒരാളാണ്. അത് എൻ്റെ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തത് ഐഗ്ലോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സോ നിങ്ങൾക്കും ഇങ്ങനെ ഒരു റൂബി എക്സിക്യൂട്ടീവ് ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ട് ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ മേക്ക് ഷുവർ ഒരു പ്രോഡക്റ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്, ഒരു 500 രൂപയല്ല നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ്സ് മച്ച് ബിയോണ്ട് ഇറ്റ്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഈ ഒരു കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗ്രോ ടുഗെദർ. ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് സ്റ്റേ ഹെൽതി, സ്റ്റേ സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു സെഷൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു വർഷ മാം. നമുക്ക് നല്ലൊരു ഹാർട്ട് സിമ്പിളും മാഡത്തിന് കൊടുക്കാം. റീറ്റെയിൽ ക്യൂനായിട്ടുള്ള ശ്രീ വർഷ മാഡം ആയിരുന്നു നമുക്ക് ഇന്നത്തെ മോർണിംഗ് മീറ്റ് നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരെ മാത്രമേ എനിക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഷെഫീന മാം, സന്തോഷ് സാർ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ, ഇതൊക്കെ കേട്ടോന്നൊന്നും അറിയത്തില്ല. ഉണ്ടെന്നെങ്കിൽ ഒരു തമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് സിമ്പിളോ ശ്രീവർഷ മാഡത്തിന് കൊടുക്കുക. എന്തായാലും പുതിയ പുതിയ കുറെ കാര്യങ്ങളും പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും പഴയ ആൾക്കാർക്ക് എന്തായാലും 1-2 പോയിന്റ്സും കൂടി ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് മാം പറഞ്ഞതില്. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് റീറ്റെയിലേക്കാൾ ഉപരി നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ആണ് നമുക്ക് പിന്നെയും പിന്നെയും കൂടുതൽ കച്ചവടങ്ങൾ ഉണ്ടാക്കി തരാനും ഒരു മാർക്കറ്റ് ബിൽഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നത്. അപ്പൊ നമ്മളൊരു സർവീസ് മെന്റാലിറ്റിയോടെ വേണം ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട്. 500 രൂപ പ്രതീക്ഷിച്ച് മാത്രം നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു മോർണിംഗ് മീറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മാഡം ആലപ്പുഴ VOP ഉണ്ടായിരുന്നു. ബിജി മാം ക്ലിയർ ആയില്ല. ആലപ്പുഴ VOP ഉണ്ട്. ആലപ്പുഴയിലുള്ളവരെല്ലാവരും ആ VOPയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അനന്തൻ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഓഫാണ്. യു ക്യാൻ പ്രൊമോട്ട് യുവർ VOP. ഇനി ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്. ഇന്ന് അതുപോലെ തന്നെ ആലപ്പുഴ VOP നടക്കുന്നുണ്ട്. എല്ലാവരും മാക്സിമം ആ ഒരു VOPയിലേക്ക് എത്താനായിട്ട് നോക്കുക. നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി ആ ഒരു VOPയിലേക്ക് മസ്റ്റായിട്ട് എത്തിക്കാനായിട്ട് നോക്കുക. അപ്പൊ എന്തായാലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിജി മാഡത്തിനെയോ അനന്തൻ സാറിനെയോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹാവ് എ നൈസ്